സാറേ സാറേ എന്താടോ? ഓ, പാട്ട് കേൾക്കാൻ ഒരു മിനിറ്റ് കളഞ്ഞെങ്കിൽ അത് ജീവിതത്തിലെ വലിയ നഷ്ടമാണെന്ന് പറയുന്ന കടുകട്ടി ബിസിനസ്മാൻ. പകൽ സ്വപ്നം കണ്ടാല് അത് പരമ നഷ്ടമാണെന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ. ഒക്കെ കയ്യിന്ന് പോയി അല്ലേ സാറേ? എന്താണെന്ന് അറിയില്ലടോ. ഗാഥയുടെ വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇന്ന് വരെ ഇല്ലാത്തൊരു അട്രാക്ഷൻ എനിക്ക് തോന്നുന്നു. ഇന്ന് ഗാഥയായിട്ട് കുറച്ചു നേരം സംസാരിച്ചപ്പോ അതങ്ങ് വല്ലാതെ കൂടി. സത്യത്തില് എന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരുപാട് കാര്യങ്ങളെ അയാൾ തട്ടി വിളിച്ചതുപോലെ. എന്റെ പൊന്നു സാറേ, ഒരു ടച്ച്, ഒരു വീഴ്ച, ഇതെല്ലാത്തിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്നേ. ഇപ്പൊ സാറിന്റെ ഈ മുഖം കണ്ടാലുണ്ടല്ലോ, ശരിക്കും ഒരു കാമുകന്റെയാ. പിന്നെ ഈ കോലത്തിലൊന്നും സാർ നമ്മുടെ ബിസിനസ് മീറ്റിംഗിലൊന്നും പോയി നിക്കല് കേട്ടോ. സാർ ഒരു കാര്യം ചെയ്യും, കുറച്ചു കാലം ബിസിനസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കും. വിവാഹം കഴിഞ്ഞ് സാറിന്റെ ഹണിമൂണും കഴിയട്ടെ. അത് കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാ മതി. ഏയ്, അതൊന്നും ശരിയാവില്ല. അല്ല സാറേ, ഇപ്പൊ സാറിന്റെ മനസ്സില് ബിസിനസ് ആണോ അതോ ഗാഥാമാടോ ആണോ ഒരല്പം മുന്നില്? എടോ, താൻ എന്നെ കുഴപ്പിക്കല്ലോ. ഇപ്പൊ രണ്ടും ഒപ്പ. അത് പറ. അപ്പൊ ഗാഥാമാടോ ഓടിക്കേറി. ഒരു 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചാ സാറ് പറയും ഗാഥയാണ് നമ്പർ 1, അതിനേക്കാൾ ഒരുപാട് ഒരുപാട് താഴെയാണ് ബിസിനസ് എന്ന്. എടോ, ആക്സിഡന്റിന് ശേഷമുള്ള ഗാഥയെ വേണമെങ്കിൽ ഗാഥ 2.0 എന്ന് വിളിക്കാം. വല്ലാത്തൊരു ചേഞ്ച് അല്ലേ? നടത്തത്തിലും ഇരുത്തത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ടോട്ടലി ചേഞ്ച്. കാര്യം ശരി തന്നെയാ സാറേ, പക്ഷെ ഒരാൾക്ക് അങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? എന്തുകൊണ്ട് പാടില്ല?